ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ബിൻസി. നമ്മുടെ യൂട്യൂബ് ചാനൽ നെയിം ഹെൽപ്പ് മീ ലോഡ്. അപ്പോൾ കവർ ഫോട്ടോ കണ്ടപ്പോൾ മനസ്സിലായല്ലോ ഇതെന്താണെന്ന്. അതായത് സ്പ്രൗട്ട്സ്, കുരിപ്പിച്ച പയർ അല്ലെങ്കിൽ മുളപ്പിച്ച പയർ, ഇങ്ങനെയൊക്കെ പറയാം. ഇതെങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്നത് എന്നാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ സ്പ്രൗട്ട്സിന്റെ ബാജി ഉണ്ടാക്കിയപ്പോൾ പലരും ചോദിച്ചിരുന്നു ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന്. ഞാൻ അതിൽ പറഞ്ഞിരുന്നു, ഇത് ഈ പയർ മാത്രമല്ല, ഇതുപോലെ വൻപയർ, ചെറുപയർ, വെള്ളപ്പയർ, കടല, ഗ്രീൻ പീസ്, ഇങ്ങനെ എല്ലാ ഐറ്റംസും, പയർ ഐറ്റംസ് എല്ലാം ഇങ്ങനെ തന്നെ നമുക്ക് കുരിപ്പിച്ചെടുക്കാം. അപ്പോൾ അതെങ്ങനെയെന്നാണ് ഇന്ന് ഞാൻ പറയുന്നത്. ആദ്യം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. ഞാൻ ഏത് വീഡിയോയിൽ ലൈക്ക് ചെയ്യണേന്ന് പറയുന്നു അതിൽ മാത്രമേ പലരും ചെയ്യാറുള്ളൂ. അതുകൊണ്ട് അത് ഞാൻ ആദ്യമേ ഓർപ്പിച്ചതാ. അപ്പൊ നോക്കാം എങ്ങനെയാണെന്ന്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറുപയറാണ്, അല്ലെങ്കിൽ പച്ചപ്പയർ, പച്ച കളറുള്ള പയർ എന്ന് പറയാം. ഇത് നിങ്ങൾ എന്താണോ കുരിപ്പിക്കാൻ എടുക്കുന്നത് അത് എന്തായാലും ആദ്യം 12 മണിക്കൂർ ഇത് വെള്ളത്തിൽ കുതിർക്കണം. കുറഞ്ഞത് 12 മണിക്കൂർ അത് കുതിർന്നിരിക്കണം. എങ്കിലേ നമ്മുടെ സ്പ്രൗട്ട്സ് ശരിയായി കിട്ടത്തുള്ളൂ. ഇത് ഞാനിപ്പോൾ 12 മണിക്കൂർ കുതിർത്ത പയറ. ഇതിനെ നമുക്ക് ഇനി ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് പറയാം. ഇത് വെള്ളത്തിൽ ഇടുന്നതിന് മുമ്പ് നല്ലതുപോലെ കഴുകി, കല്ലും മണ്ണും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ട് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഈ വെള്ളത്തിൽ കുതിർക്കാൻ ഇടേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ 12 മണിക്കൂർ കുതിർന്ന ശേഷം ബാക്കി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് അരിച്ചെടുക്കണം. നല്ലതുപോലെ കഴുകി വാരി ഇതുപോലെ വെള്ളം പോവാനായി ഒരു ജാലിയിൽ ഇട്ട് വെക്കണം. എത്രയും വെള്ളം പോകുമോ അത്രയും നല്ലത്. എന്ന് വെച്ചാൽ അങ്ങ് ഉണങ്ങി അങ്ങ് എടുക്കണമെന്നല്ല, വെള്ളം ഊറിപ്പോകാവുന്നതിന്റെ അത്രയും നല്ലതുപോലെ ഊറിപ്പോയിട്ട് അതിനുശേഷം വേണം നമുക്കിത് കെട്ടിവെക്കാനായിട്ട്. ഒത്തിരി വെള്ളമയം ഉണ്ടെങ്കിൽ അത് സ്മെല്ലെടുക്കും, അതല്ലെന്നുണ്ടെങ്കിൽ അത് അഴുകി പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അധികം വെള്ളം ഇല്ലാതെ വേണം നമുക്കിത് ചെയ്യാൻ. അതിനു വേണ്ടിയ ഈ ജാലിയിൽ ഇട്ട് വെള്ളം കളയുന്നത്. ഇതിപ്പോ ഞാൻ 2 രീതിയിൽ നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഈ 2 രീതിയിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിത് വെള്ളം മുഴുവൻ നല്ലതുപോലെ ഊറിക്കഴിഞ്ഞ ശേഷം അതിൽ പകുതി പയറെടുത്ത് ഇതുപോലെ നല്ല എയർ ടൈറ്റ് ഉള്ള ഒരു പാത്രത്തിലിട്ട് നല്ലതുപോലെ അടച്ചു വെച്ചു. ഇതിനി തുറക്കരുത്. ആദ്യത്തെ മെത്തേഡ് ഇതാണ്. രണ്ടാമത്തെ മെത്തേഡ് ഇതുപോലെ പൊതിഞ്ഞു വെക്കുക എന്നുള്ളതാ. അതിനുവേണ്ടി നമ്മൾക്ക് വേണ്ടത് കോട്ടൺ തുണിയോ കോട്ടൺ തോർത്തോ എന്തുമാകാം. അത് കോട്ടൺ ആയിരിക്കണമെന്നേ ഉള്ളൂ. അത് നല്ലതുപോലെ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് കെട്ടിവെക്കണം. ഇതിപ്പോ ഞാൻ സാധാരണ സ്പ്രൗട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു തൂവാലയാ, കോട്ടന്റെ. എന്നിട്ട് ഇതുപോലെ ബാക്കിയുള്ള ക്ലോത്ത് അതിന്റെ മുകളിൽ വെച്ച് ഇങ്ങനെ പൊതിഞ്ഞ് ഒരു പാത്രത്തിനകത്ത് ഇറക്കി വെക്കുക. ഇത്രയും ക്ലിയർ ആയോ? വേറെ ഒരു തുണിയിലും പൊതിഞ്ഞു വെക്കരുത്, കോട്ടൺ തന്നെ വേണം, അല്ലെങ്കിൽ ശരിയാവത്തില്ല. അപ്പോൾ ആ പയറിനകത്തുള്ള എന്തെങ്കിലും വെള്ളമുണ്ടെങ്കിൽ അത് ഈ ടവലിന്റെ മുകളിൽ ആവും, അത് കുഴപ്പമില്ല. അല്ലാതെ എക്സ്ട്രാ ഊറി വരുന്ന പരുവത്തിലുള്ള വെള്ളം ഒരിക്കലും കാണരുത്. ഈ കോട്ടൺ തുണി നല്ലതുപോലെ ഉണങ്ങിയതുമായിരിക്കണം, അത് നനയ്ക്കാനും പാടില്ല. ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതിനുശേഷം ഇത് നല്ലതുപോലെ ടൈറ്റായിട്ട് കെട്ടി ഒരു പാത്രത്തിൽ ഇറക്കി വെക്കുക. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, പുറത്ത് തന്നെ എവിടെയെങ്കിലും മാറ്റി വെക്കണം. ഞാൻ ഈ പയർ ഇന്നലെ രാത്രി വെള്ളത്തിൽ ഇട്ടതാണ്. ഇന്നലെ രാത്രി ഒരു 9 മണിയായപ്പോ ഇട്ടു. ഇപ്പോ രാവിലെ 10 മണിയായപ്പോ ഞാൻ ഇതിങ്ങനെ 2 രീതിയിലും കെട്ടിവെച്ചു. ഇത് നമ്മൾ ഇന്ന് രാവിലെ കെട്ടിവെച്ചതാ. ഇപ്പോ രാത്രി 11 മണിയായേ. നമുക്കൊന്ന് അഴിച്ചു നോക്കാം അതെങ്ങനെയുണ്ട്, കറക്റ്റായിട്ട് വന്നോ, കുരുത്ത് തുടങ്ങിയോ, അതോ ഒന്നും അനക്കം വെച്ചിട്ടില്ല. കണ്ടോ, ചെറുതായിട്ട് കുരുത്ത് വരുന്നേ. ഇത്ര സമയം 12 മണിക്കൂറിലും എടുത്തേ, കാരണം രാവിലത്തെയും ഇപ്പോഴത്തെ സമയം 12 മണിക്കൂറിൽ കൂടുതൽ സമയമായപ്പോൾ ഇതേ കുരുത്ത് തുടങ്ങി. നിങ്ങൾക്കിത് ഇത്രയും മാത്രം മതിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. അതല്ല, കുറച്ചുകൂടി മുള വരണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഇതുപോലെ കെട്ടിവെക്കാം. ഞാൻ എന്തായാലും ഇതിപ്പോ എടുക്കുന്നില്ല, ഒന്നുകൂടി നല്ലതുപോലെ കെട്ടിവെക്കാൻ പോവാ. ഇനി നമുക്ക് നമ്മുടെ പാത്രത്തിൽ അടച്ചു വെച്ചത് നോക്കാം. ദേ, അതും ഇത്രയും മുള വന്നിട്ടുണ്ട്. ഇതും നിങ്ങൾക്ക് ഇത്രയും പരുവം മതിയെങ്കിൽ എടുക്കാം. ഞാൻ ഇത് വീണ്ടും അടച്ചു വെക്കാൻ പോകും. ഇത് രണ്ടും
നമുക്ക് നാളെ വൈകിട്ട് ഒന്നുകൂടെ നോക്കാം എത്രത്തോളം മുള വരുമെന്ന്. അത് കഴിഞ്ഞിട്ടേ ഞാൻ എടുക്കത്തുള്ളൂ. ഇതും ഞാൻ അടച്ചു വെക്കാൻ പോവാം. ഇത് കണ്ടോ, നമ്മൾ പാത്രത്തിലും അതുപോലെ കോട്ടൺ തുണിയിലും കെട്ടിവെച്ചിട്ട് രണ്ടാമത്തെ ദിവസം രാത്രി നന്നായിട്ട് മുള വന്ന് നല്ല പരുവമായിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് പരുവം. ഇത്രയെങ്കിലും മുള വേണം. അപ്പൊ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിൽ നിന്ന് തന്നെ അതിന്റെ ഇലകൾ വരുന്ന പരുവത്തിന് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഇപ്പൊ മനസ്സിലായില്ലേ, ഇത് 2 ദിവസം കൊണ്ടാണ് ഇത്രയുമായത്. കറക്റ്റ് നമുക്ക് നമ്മുടെ സ്പ്രൗട്ട്സ് റെഡിയാവാൻ ഒരു രാത്രി തുടങ്ങി പിറ്റേന്ന് 2 ദിവസം ഫുൾ വേണം. ഇത്രയുമാണ് നമ്മുടെ പ്രോസസ്സിങ്. കണ്ടില്ലേ, നമ്മുടെ തുണിയിലൊന്നും ഒട്ടും വെള്ളമയം പോലും ഇല്ല. ഫുൾ ഡ്രൈ ആണ്. പിന്നെ ഈ പറഞ്ഞ സമയം ഞാനിപ്പോ ഇതിലേക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ച സമയത്തല്ലാതെ ഇടയ്ക്കൊന്നും ഇത് ഓപ്പൺ ചെയ്യാൻ പാടില്ല. ആ സമയം മാത്രമേ അത് ഓപ്പൺ ചെയ്യാവൂ. കാരണം നമ്മൾ ഇത് കെട്ടിവെച്ചിട്ട് അല്ലെങ്കിൽ അടച്ചു വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് കുരുത്ത് വരുന്നുണ്ടോന്ന് ചെന്ന് നോക്കരുത്. അതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായോ? എളുപ്പമല്ലേ നമുക്ക് ഉണ്ടാക്കാൻ? 2 ദിവസം എടുക്കുന്നേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ ഫ്രഷ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഞാനിപ്പോ ഇവിടെ എടുത്തത് വെറും 100 ഗ്രാം പയറാണേ. കണ്ടില്ലേ എത്രത്തോളം നമുക്ക് കിട്ടിയെന്ന്. അതുകൊണ്ട് ഇനി എല്ലാവരും കഴിവതും വീട്ടിൽ ഇതുണ്ടാക്കാൻ ശ്രമിക്കുക. ഇതിന്റെ ബാജിയോ സാലഡോ ഒക്കെ ഉണ്ടാക്കി കഴിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടാൽ മതി, ഞാൻ മറുപടി തരാം. ഇത് മറ്റുള്ളവർക്കും തീർച്ചയായിട്ടും ഷെയർ ചെയ്തു കൊടുക്കണം. പലർക്കും അറിയാൻ വയ്യാത്ത ഒരു കാര്യമായത്. സോ ഞാൻ പറഞ്ഞു, പയർ മാത്രമല്ല, കടലയോ ഗ്രീൻ പീസോ ഏത് പയർ ഐറ്റംസ് വേണമെങ്കിലും ഇങ്ങനെ നമുക്ക് കുരിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്യണം. എന്നെ അഭിപ്രായം അറിയിക്കണം. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുത്. വീണ്ടും നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു വീഡിയോയുമായി ഞാൻ വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലെസ് യു.